ഹലോ, ഇന്ന് നമ്മുടെ ഏകമോളുടെ ചോറൂണാണ്. രാവിലെ തന്നെ ഞാൻ ഒരു 3 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അവൾ നല്ല ഉറക്കമായിരുന്നു. അവൾ ആ ഉറങ്ങണ ഗ്യാപ്പിൽ ഞാൻ വേഗം പോയി റെഡിയായി വന്നപ്പോഴും അവൾ നല്ല ഉറക്കമായിരുന്നു. ബാക്കി എല്ലാവരും ആ സമയം കൊണ്ട് കുളിച്ച് ഒരുങ്ങി നിന്നു. അപ്പോഴേക്കും പിന്നെ അവളെ ഉണർത്തി. അവൾ അപ്പോഴും നല്ല ഉറക്കമായിരുന്നു, എന്നാലും വേഗം ഉണർത്തി. ഞങ്ങൾ 5 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് ഗുരുവായൂർ പോകാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ വണ്ടി നിർത്തി എൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 കാറിലും ഒരു ഓട്ടോയിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാറിലിരിക്കുമ്പോൾ എടുത്ത വീഡിയോസാണ്. ഞങ്ങൾ ഏകദേശം ഗുരുവായൂർ എത്താനായപ്പോൾ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഒറ്റപ്പാലത്തു നിന്ന് കുന്നംകുളം ആ വഴിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എളുപ്പത്തിൽ വേഗം എത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഉറക്കമായിരുന്നു ഇടയ്ക്കൊക്കെ. പുലർച്ചെയൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ പോകുമ്പം ഇടയ്ക്കൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല എല്ലാ വഴിയിലും നല്ല മഴക്കാറായിരുന്നു. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നല്ല മഴക്കാറായിരുന്നു. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഒറ്റപ്പാലത്ത് നിന്ന് കുന്നംകുളം വഴിക്കായിരുന്നു. വേഗം എത്തിയ പോലെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗുരുവായൂർ എത്താനായപ്പോഴേക്കും ഭയങ്കര എക്സൈറ്റഡായി. അവൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ട്രാവൽ ചെയ്യുന്നത്. മൊത്തത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ. പിന്നെ ഗുരുവായൂർ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും ധൃതി കൂടി, വേഗം എത്തണം, നമുക്ക് ചോറൂണിന് സമയമായി, അത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഓരോ തിരക്കിൽ പെട്ടു. പിന്നെ നമ്മൾ ഞങ്ങൾക്ക് മുല്ലപ്പൂ മേടിക്കണം, മുല്ലപ്പൂ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ മുല്ലപ്പൂ ഒക്കെ ഇറങ്ങി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും മുല്ലപ്പൂവൊക്കെ പരസ്പരം വെച്ച് കൊടുത്ത് വേഗം ഗുരുവായൂർ നടയ്ക്ക് പോകാനുള്ള തിടുക്കമായിരുന്നു ഞങ്ങൾ. പിന്നെ ഫോണൊക്കെ കൊടുത്തുകൊണ്ട് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ ഫോട്ടോസ് വീഡിയോസൊന്നും എടുത്തു തരാനും ആരും ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ ഗുരുവായൂരിട്ട പൂക്കളാണ്. പിന്നെ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞ് ആനപ്പന്തിയിൽ പോയി. ആനക്കോട്ട ആനക്കോട്ടയിൽ പോയി. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ തുലാഭാരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള സമയത്ത് ഞാനും കുട്ടിയും കൂടെ ഒരുമിച്ചുള്ള തുലാഭാരമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ലല്ലോ. പിന്നെ ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ വിശപ്പിൻ്റെ ഇതുകൊണ്ട് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആനക്കോട്ടയിലെത്തി ചുറ്റി നടന്ന് കണ്ട് ഇറങ്ങുമ്പോഴേക്കും കുറച്ച് ടൈമായി. അപ്പോഴേക്കും ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡ് ഉച്ചക്കത്തെ അത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തിരക്കപ്പെട്ടു. എനിക്കാണെങ്കിൽ രാവിലെ എണീറ്റതിൻ്റെയും പിന്നെ തലേന്ന് ഉറങ്ങാത്തതിൻ്റെയും ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആനക്കോട്ടയിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായി, കുറേ വോമിറ്റ് ചെയ്തു. ഞാൻ കൂടുതലും ഫോട്ടോസ് എടുത്തത് ആനക്കോട്ടയിൽ വെച്ചിട്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ എനിക്കൊരു സാഹചര്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് എല്ലാവർക്കും എടുത്തു കൊടുക്കുന്ന ആളായിരുന്നു. പിന്നെ അവിടെ നിന്നൊക്കെ ഇറങ്ങി സദ്യയൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുമായിരുന്നു വേഗം. കാറിലിരുന്നിട്ടും ഞാൻ ഭയങ്കര വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നുള്ള എൻ്റെ കോലമാണ് ലാസ്റ്റ് കാണുന്നത്. അതോടെ കഴിഞ്ഞു. പിന്നെ ഗുരുവായൂരിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ എന്ത് വിധി, ഇത് വല്ലാത്ത ചതി, ഇത് പാടി വരേണ്ട അവസ്ഥയായി. അത്രമാത്രം ഞാൻ ടയേർഡായി. അയ്യോ, വല്ലാത്ത ഒരു അവസ്ഥയായിപ്പോയി. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.